Greetings to you in the precious name of our Lord and Savior Jesus Christ, who is coming very soon to receive His church. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ കേൾവിക്കാർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. On Monday, we have been discussing about Revelation chapter 3, verses 1 to 3. Today, we are going to discuss verses 4 to 6. That means, today we will be completing the message to the church at Sardis. സർദീസിലുള്ള ദൈവസഭയ്ക്ക് കർത്താവ് നേരിട്ടെഴുതിയ ആ മെസ്സേജ് ദൂത് ഇന്ന് രാത്രി കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. Let me read their verses for you. Verse 3, Revelation chapter 3, verses 4 to 6. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർദീസ് ദൈവസഭയോടുള്ള ദൂതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. വേഴ്സ് 3 ഇങ്ങനെ പറയുന്നു, unless and until you be watchful and strengthen the things which are weak, and repent, otherwise I shall come like as a thief and remove your candlesticks from you. കർത്താവ് സർദീസിലെ സഭയോട് പറയുന്ന ദൂതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്നും നിന്റെ നിലവിളക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയുമെന്നും ഞാൻ ഏത് സമയത്ത് പ്രത്യക്ഷനാകുമെന്ന് നീ അറിയുകയില്ല എന്നും കർത്താവ് പറഞ്ഞു. അതിനുശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ സർദീസിൽ നിനക്കുണ്ട്. ദിസ് ഈസ് ദ മെറിറ്റ് given by Lord Jesus Christ to the church at Sardis. സർദീസിലെ ദൈവസഭയ്ക്ക് കർത്താവ് പറയുന്ന ഒരു ഗുണമാണ്, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ നിനക്ക് സർദീസിലുണ്ട്. ദാറ്റ് മീൻസ് ഉടുപ്പ് മലിനമാക്കാത്തവർ എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവസഭ യാത്ര ചെയ്യുമ്പോഴും നീ മരിച്ചവനാണ് എന്നൊക്കെ ദൈവസഭയോട് പറയുമ്പോഴും എല്ലാ കാലഘട്ടത്തിലും ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ജനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, there are few people, they are keeping their garments white. അശുദ്ധിയാകാതെ
വിശുദ്ധിയോടുകൂടെ നിലനിൽക്കുന്നതായ ചിലർ നിന്റെ നടുവിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കുന്നത് they didn't defiled their garments. അവരുടെ വസ്ത്രം അഴുക്കാകാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതായ ഒരു കൂട്ടം ജനം സർദീസ് ദൈവസഭയിൽ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സർദീസിലെ സഭയോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറയുന്ന കർത്താവ് 4-ാം വാക്യത്തിൽ പറയുന്നു, there are some people, they are keeping their trust holy, their garments holy. ഞാൻ നിങ്ങളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വെള്ളയുടുപ്പ് ധരിക്കാൻ തരുമെന്നും ഒക്കെ സങ്കീർത്തനങ്ങളിലും മറ്റു പ്രവചന പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സർദീസിലെ സഭയോട് കർത്താവ് പറയുന്നു, there are some people among you, they are not defiling their garments. അവരുടെ വസ്ത്രം, ഉടുപ്പ് അശുദ്ധി ആക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം സർദീസിലുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. സർദീസിൽ ഒരു കൂട്ടം ജനം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അത് ചിന്തിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഉണരാതിരുന്നാൽ, കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയമാണ്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏതു സമയത്ത് പ്രത്യക്ഷനാകുമെന്ന് നീ അറിയുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അത് സൂചിപ്പിച്ചായിരുന്നു. മനുഷ്യപുത്രൻ എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ നാഴികയും നാളും സംബന്ധിച്ചോ പിതാവായ ദൈവമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കർത്താവ് പറയുന്നു, ബി വാച്ച്ഫുൾ അൺലെസ് ഐ കം. ഞാൻ വരുന്നതുവരെ നീ ഉണർന്ന് കാത്തിരുന്നു കൊള്ളുക, ജാഗരിച്ചിരുന്നു കൊള്ളുക. അല്ല എങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയിൽ നിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിയുകയില്ല. ഇത്രയും പറഞ്ഞാണ് കർത്താവ് പറഞ്ഞത്, there are some people, they are keeping holy, they are keeping their garments undefiled. അവരുടെ വസ്ത്രം, അവരുടെ ഉടുപ്പുകൾ അശുദ്ധിയാകാതെ കർത്താവിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം സർദീസിലുണ്ട് എന്ന് കർത്താവ് ദൈവസഭയോട് പറയുക. ദിസ് ഈസ് ദ ഓൺലി മെറിറ്റ് ഓഫ് ദി ചേർച്ച് അറ്റ് സർദീസ്. സർദീസിലെ ദൈവസഭയ്ക്കുള്ള ഒരു ഗുണം ഇതാണ്, there are some people, they are keeping their garments undefiled. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഉടുപ്പുകൾ അശുദ്ധിയാകാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം എവിടെയുണ്ട്? സർദീസിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. അപ്പോ ഇൻ സർദീസ് ചർച്ച്, in church at Sardis, there are some people who are keeping their garments undefiled. അവരുടെ വസ്ത്രം അശുദ്ധിയാകാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവർ
സർദീസിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുപാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ ഇനി അശുദ്ധാക്കിക്കൊള്ളട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. 22-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ ഇനി അശുദ്ധായിക്കൊള്ളട്ടെ, അഴുക്കുള്ളവൻ അഴുക്കായിക്കൊള്ളട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, ഞാനിതാ വേഗം വരുന്നു. സർദീസ് സഭയോട് കർത്താവ് പറഞ്ഞു, ഇഫ് യു ആർ നോട്ട് വാച്ച്ഫുൾ, if you are not watchful and repenting until I come, you don't know what time I shall come to you. ഏത് നേരത്ത് എപ്പോൾ എങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് ഇവിടെ പറയുക വ്യക്തമായിട്ട്, ഒരു കള്ളൻ വരുന്നത് പോലെ. ജീസസ് himself said, Son of Man will come like as a thief. ഒരു കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ സർദീസിലെ ദൈവസഭയോട് പറയുന്നു, among you there are some people who are not defiled their dress, their garments. അവരുടെ വസ്ത്രം അശുദ്ധിയാക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നുവെച്ചാൽ അടുത്തത്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. They shall walk with me in white. അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. Because they were worthy to stand before the Son of Man. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന്, വിശുദ്ധിയോടെ നിൽക്കേണ്ടതിന്, കർത്താവിന്റെ വരവുങ്കൽ വരെ വിശുദ്ധിയെ കാത്തുകൊണ്ട് നിൽക്കേണ്ടതിന് കർത്താവ് ആഹ്വാനം ചെയ്യുക. ഇവിടെ പറയുന്നു, ഉടുപ്പ് മലിനമാക്കാത്ത ചിലർ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നുവെച്ചാൽ അവരോട് പറഞ്ഞത്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് അവർ എന്നോടുകൂടെ നടക്കും. ശ്രദ്ധിക്കുക, കർത്താവ് പറഞ്ഞു അവർ യോഗ്യന്മാരാകയാൽ എന്ന് പറഞ്ഞാൽ they were worthy to stand before the Son of Man. മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ അവർ യോഗ്യന്മാരാകയാൽ. മനുഷ്യപുത്രന്റെ മുൻപിൽ അവർ നിൽക്കാൻ യോഗ്യന്മാരാകയാൽ അവരെന്നോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. They were walking with me in white. അവർ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. വെള്ളവസ്ത്രധാരികളായി, ശുഭ്രവസ്ത്രധാരികളായി കർത്താവിന്റെ മുമ്പിൽ ദൈവസഭയായിരിക്കുന്ന വിഷയമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, അവർ യോഗ്യന്മാരാകയാൽ അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. പിന്നെ പറയുന്നത്, അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വേദഭാഗം. അവർ യോഗ്യന്മാരാകയാൽ കർത്താവ് പറയുന്നു,
അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അത് വെച്ച് പറയുന്നു, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ, ഒന്ന് ശ്രദ്ധിക്കണേ, അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും. ഈ അന്നേച്ച് പറയുന്നു, ജയിക്കുന്നവന്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാനിന്ന് രാത്രി ഡിസ്കസ് ചെയ്യുവാൻ താല്പര്യപ്പെടുക. അവൻ യോഗ്യന്മാരാകയാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. നയിച്ചു കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവനുള്ള യോഗ്യതയാണ്. ജയിക്കുന്നവൻ ആദ്യം കിട്ടുന്ന ഒരു പ്രതിഫലം, അവൻ വെള്ളയുടുപ്പ് ധരിക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുൻപിലും ഞാൻ ഏറ്റുപറയും. സ്തോത്രം. ശ്രദ്ധിക്കുക, കർത്താവായ യേശു മിശിഹാ പറയുന്നു, സർദീസിലെ ദൈവസഭയോട് പറയുക, those who are conquering, they will have white garment. They will wear a white garment. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. എന്നുവെച്ചാൽ ഇവിടെ ജയിക്കുന്നവന് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ഇത് ചിന്തിക്കണേ. കർത്താവ് ദൈവസഭയോട് പറയുന്നു, those who are conquering or those who are victorious among the believers, they will have a white garment, and I will not blot out their name from the book of life. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സർദീസ് സഭയോട് പറയുന്നു, among you there are some people, those who are keeping their garments not defiled. ജാഗ്രത പറഞ്ഞത്, അവർ വെള്ളയുടുപ്പ് ധരിക്കും. ആര്? അവരുടെ വസ്ത്രം മലിനമാക്കാത്തവർ, അവരുടെ ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ച് ആൾക്കാര് സർദീസ് ദൈവസഭയ്ക്കകത്തുണ്ട്. അവർക്ക് വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് യേശു കർത്താവിനോട് കൂടി അവർ നടക്കും. അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് യേശു കർത്താവിനോട് കൂടെ നടക്കും. അന്നേച്ച് പറയുന്നു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വായിക്കുന്നു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. എന്ന് പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും
തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. 2-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും എന്നുള്ളതിന് there is an Old Testament background. The Old Testament background we read in Exodus chapter 33 verses 32-35. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന് 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാനും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇസ്രായേലിന്റെ മധ്യസ്ഥനായ മോശ, ഒരിക്കൽ കൂടെ ഞാൻ എടുത്തു പറയുന്നു, ഇത് ഈ മീഡിയേറ്റർ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ മധ്യസ്ഥനായ മോശ, യഹോവയ്ക്കും ഇസ്രായേലിനും നടുവിൽ മധ്യസ്ഥ അണച്ചതായ മധ്യസ്ഥനായ മോശ 40 ദിവസക്കാലം യഹോവയായ ദൈവത്തോടുകൂടെ ഇരുന്ന് യഹോവയായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് 10 കൽപ്പനകൾ 2 പലകളിലായി എഴുതി വാങ്ങിക്കൊണ്ട് പിതാവായ ദൈവവും അതായത് യഹോവയായ ദൈവവും മോശയും കൂടെ പർവ്വതത്തിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. അർത്ഥാൽ മോശ യഹോവയായ ദൈവത്തെ നേരിട്ട് കാണുന്നു, ദൈവത്തോട് സംസാരിച്ചു. എന്റെ ദാസനായ മോശ എന്നോട് മുഖാമുഖം സംസാരിച്ചു എന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ മോശ അവരോടുകൂടെ യഹോവയായ ദൈവത്തോടുകൂടെ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് യഹോവയായ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കോപം ജ്വലിച്ചപ്പോ ആവർത്തന പുസ്തകം 9:14, ഡ്യൂട്ടോണമി ചാപ്റ്റർ 9 വേർഡ്സ് 13 and 14. Let me read for you. Deuteronomy chapter 9 verses 13 and 14. ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനമെന്ന് കാണുന്നു. എന്നെ വിടുക, ഞാൻ അവരെ നശിപ്പിക്കും. അവന്റെ പേർ ആകാശത്തിൽ കീഴിൽ നിന്ന് മായ്ച്ചു കളയും. താഴോട്ട് നമ്മൾ വീണ്ടും വായിക്കുന്നു. അങ്ങനെ താൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. പർവ്വതം തീ കാളിക്കത്തിയിരുന്നു. നിയമത്തിന്റെ 2 പലക രണ്ടും എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ നോക്കിയാറേ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നിങ്ങളോട് കൽപ്പിച്ച വഴി വിട്ടുമാറി. അപ്പൊ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, യഹോവയായ ദൈവം മോശയും കൂടി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോ ജനം താഴെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അവർ കാളക്കുട്ടിയെ ആരാധിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആണ് യഹോവയായ ദൈവത്തോട് മോശ ഇടിവിൽ നിൽക്കുന്നത്. I say that Moses is the mediator of the people of Israel. ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന മോശ. പുറപ്പാട് 32, Exodus chapter 32, verses 32, 33 and 34. എങ്കിലും
നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. Exodus chapter 32, 33 and 34. 32 and 33. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. ശ്രദ്ധിക്കണേ, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സസ് 32-35. അവിടെ എഴുതിയിരിക്കുന്നു, മോശ പറയുക, ലോർഡ് പ്ലീസ് ഫോർഗീവ് ദം, if not you please blot out my name from your book. ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയായ ദൈവത്തോട് പറയുന്നു, ലോർഡ് യാഹ്വേ, യഹോവയായ കർത്താവേ, നീ അവരോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ. അപ്പോ യഹോവയായ ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതിയിരിക്കുന്ന അതിമഹത്തായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. മോശ പറയുന്നു, നീ അവരുടെ പാപം ക്ഷമിക്കണമേ ദൈവമേ, ഇല്ലായെങ്കിൽ നീ എഴുതിയ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നീ എഴുതി വച്ചിട്ടുണ്ട്, അത് മായ്ച്ചു കളയണം. പ്ലീസ് ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം യുവർ ബുക്ക്. നിന്റെ പുസ്തകത്തിൽ നീ എഴുതിയിരിക്കുന്ന എന്റെ പേര് മായ്ച്ചു കളയണമേ. ഉറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-35 വരെയുള്ള വാക്യങ്ങളിൽ മോശ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് മീഡിയേറ്റർ ഓഫ് ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ മധ്യസ്ഥനായ മോശ തന്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണച്ചിട്ട് ദൈവത്തോട് പറയുന്നു, യഹോവയായ ദൈവമേ, അവരോട് ക്ഷമിക്കണമേ. നീ അവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നീ എഴുതിയിട്ടുണ്ട്, അത് നീ മായ്ച്ചു കളയണമേ. ഈ മക്കളെ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഭാഗത്ത് രേഖപ്പെടുത്തിയപ്പോ സർദീസിലുള്ള ദൈവസഭയ്ക്ക് ദൂതെഴുതി സർദീസിലെ സഭയെ പരിശുദ്ധാത്മാവ് എക്സോട്ട് ചെയ്യുമ്പോ പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു മശിഹ ജനത്തോട് പറയുന്നു, those who are conquering, they will walk with me in white garment. Those who are conquering, they will walk with me in white garment. ജയിക്കുന്നവൻ എന്നോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. ശ്രദ്ധിക്കുക, those who are conquering, those who walk victorious, വിജയകരമായി നടക്കുന്നവൻ, those who are victorious, those who conquering the world, those who conquering the power of Satan, those who conquering the power of flesh and the power of sin. പാപത്തിന്റെ അധികാരത്തെ ജയിക്കുന്നവന്, പാപത്തിന്റെ ശക്തിയെ കീഴടക്കുന്നവൻ, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. സ്വത്രം.
കർത്താവ് പറയുകയാണ് to the church at Sardis. He is telling there are some people who are keeping their garments white. വസ്ത്രം മലിനമാക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ചിലർ നിങ്ങളുടെ നടുവിലുണ്ട്. എന്നേച്ച് കർത്താവരോട് പറയുന്നു, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അത് കഴിഞ്ഞാഴ്ചയാണ് കർത്താവ് പറഞ്ഞത്, those who are conquering, let them walk with me in white garment. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ആ ജയിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം, the reward of the conquering group, the reward of the conquering people. First reward, the white garment. They will walk with me in white garment. അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നടക്കും. 2, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല. Praise the Lord. If you are conquering the world, if you are conquering the power of Satan, if you are conquering the power of flesh and death, flesh and sin, പാപത്തിന്റെ അധികാരത്തെയും പാപത്തിന്റെ ശക്തികളെയും പാപത്തിന്റെ മോഹങ്ങളെയും ജയിക്കുന്നവനായ ദൈവത്തിന്റെ ദൈവസഭയ്ക്ക് കർത്താവ് തരുന്ന പ്രതിഫലം, 1, they will walk with me in white garments. അവർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. 2, I will not blot out their names from the book of life. അവരുടെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല. സ്തോത്രം. ശ്രദ്ധിക്കുക, those who are conquering, ജയിക്കുന്നവന്, ജയാളിയായവർക്ക്, ജയത്തോടുകൂടി നടക്കുന്നവർക്ക്, ഈ ലോകത്തിൽ ജയത്തോടുകൂടി യാത്ര ചെയ്യുന്നവർക്ക് കിട്ടുന്നതായ 2 പ്രതിഫലം. 1, അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ നടക്കും. 2, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ക്കപ്പെടുകയില്ല. 3, എന്റെ പിതാവിന്റെ സന്നിധിയിലും എന്റെ ദൂതന്മാരുടെ സന്നിധിയിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. Praise the Lord. Jesus Christ, our Savior, He will confess our name before Father God and among the angels of God. ചിന്തിക്കണമേ, ജയിക്കുന്നവന് 3 പ്രതിഫലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. Those who are conquering, they will walk with me in white garments. ജയിക്കുന്നവൻ 1, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നടക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ സൂക്ഷിക്കപ്പെടും. ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ സൂക്ഷിക്കപ്പെടും. 3, ജയിക്കുന്നവന്റെ പേര് പിതാവായ ദൈവത്തിന്റെ മുമ്പിലും തന്റെ ദൂതന്മാരുടെ മുമ്പിലും കർത്താവായ യേശു ക്രിസ്തു നമ്മെക്കുറിച്ച് ഏറ്റുപറയും. നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഇതിനെക്കുറിച്ച് 2 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 10 വേർഡ്സ് 32, ലൂക്ക് ചാപ്റ്റർ 12 വേർഡ്സ് 8 and 9. ഇതിനോടുള്ള ബന്ധത്തിൽ
നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞതായ രണ്ട് വാക്യങ്ങൾ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലും, അടുത്തത് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. 32-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. വേഴ്സ് 33. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിലും ഞാൻ തള്ളിപ്പറയും. മത്തായിയുടെ സുവിശേഷം Gospel of Matthew chapter 10, 32 and 33. അവിടെ ഇങ്ങനെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ന്റെ 32-33 വാക്യങ്ങൾ. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. 32 and 33. Whosoever therefore shall confess me before men, him will I confess also before my Father which is in heaven. 32-ാം വാക്യം. But whosoever shall deny me before men, him will I also deny before my Father which is in heaven. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. Those who are confessing me among men, I shall also confess him before my Father who is in heaven. മനുഷ്യരുടെ മുമ്പിൽ കർത്താവായ യേശുമിശിഹായെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ഏറ്റുപറയും. എന്നേച്ചു പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിലും ഞാനും തള്ളിപ്പറയും. ലൂക്ക് ചാപ്റ്റർ 12 verse 8 and 9. അത് കുറച്ചുകൂടെ ഇച്ചിരൂടെ ആഴമുള്ളൊരു വാക്യമാണ്. ലൂക്ക് ചാപ്റ്റർ 12 verse 8 and 9. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും. ശ്രദ്ധിക്കണേ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 5 ഇങ്ങനെ രേഖപ്പെടുത്തി, those who are conquering, they will get 3 rewards there. ജയിക്കുന്നവന് 3 പ്രതിഫലങ്ങൾ അവിടെ ലഭിക്കുന്നു. For the church at Sardis. ഒന്ന്, they will walk with me in white dress. അവർ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. 2, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. 3,
അവരുടെ പേര് എന്റെ പിതാവിന്റെ മുമ്പിലും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാനും ഏറ്റുപറയും. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്യു ചാപ്റ്റർ 10 വേർഡ്സ് 32 and 33 ലൂക്ക് ചാപ്റ്റർ 12 വേർഡ്സ് 8 and 9 ഒരേപോലെ കർത്താവ് പറയുന്നു, those who are confessing me among men, I shall confess them before the Father who is in heaven. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ, സ്വർഗത്തിൽ വസിക്കുന്നവനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ അവന്റെ പേര് ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിക്കളയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. അങ്ങനെ പറഞ്ഞേച്ചാണ്, അങ്ങനെ നമ്മുടെ കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങളാണ്. 2 വാക്യങ്ങളുണ്ട്. ആ 2 വാക്യങ്ങൾ കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് റെവലേഷൻ 3 വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലെത്തിയപ്പോൾ കർത്താവ് പറയുന്നു, ജയിക്കുന്നവൻ 1 വെള്ളയുടുപ്പ് ധരിക്കും, 2 ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല, 3 ജയിക്കുന്നവന്റെ പേർ എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ വരും കാലത്ത്, വരുന്ന ഭാവിയിൽ കർത്താവായ യേശു മശിഹ നമ്മുടെ പേര് പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. ലൂക്ക് ചാപ്റ്റർ 12 വേർഡ്സ് 8 and 9 അവിടെ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്റെ നാമം ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. അപ്പൊ ശ്രദ്ധിക്കുക, സർദീസിലെ ദൈവസഭയോട് ദൂതെഴുതി ആ ദൂത് അവസാനിപ്പിക്കാൻ വരുമ്പോ കർത്താവ് പറയുകയാണ്, those who are conquering, they will walk with me in white garments. ജയിക്കുന്നവൻ എന്നോടുകൂടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. സർദീസിലുള്ള ദൈവസഭയോട് പറഞ്ഞപ്പോ പറയുക, സർദീസിലെ ദൈവമക്കളെ, നിങ്ങളിൽ ജയിക്കുന്നവന് എന്നോടുകൂടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. 2 നിങ്ങളിൽ ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. 3 ജയിക്കുന്നവന്റെ പേര് ഞാൻ എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. Praise the Lord. Those who are conquering the world, those who are conquering the power of sin, those who are conquering the lust of the eyes, lust of the flesh, and pride of life, they will get great reward. To the church at Sardis, Lord Jesus Christ himself telling that those who are conquering, I shall give, they will walk with me in white garments. 1
ജയിക്കുന്നവൻ എന്നോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. 3, ജയിക്കുന്നവന്റെ പേര് എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. It is a great message given by Lord Jesus Christ to the church at Sardis, and exhorting them that those who are conquering the world, those who are conquering the power of sin, those who are conquering the lust of the eyes, those who are conquering the lust of the flesh, those who are conquering the pride of the life, they will be rewarded in different manners. The first reward to the conquerors, they will walk with me in white garments. അവർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട്, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നടക്കും. 2, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടുകയില്ല. 3, ഈ ഭൂമിയിൽ കർത്താവായ യേശുമശിഹായെ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമെങ്കിൽ പിതാവായ ദൈവത്തിന് മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും എന്റെ പേര് കർത്താവ് ഏറ്റുപറയും. സ്തോത്രം. അപ്പൊ ചിന്തിക്കുക, ടു ദ ചർച്ച് അറ്റ് സർവീസ്, Lord Jesus Christ himself telling that those who are conquering, those who walk as victorious, those who walk in the presence of the Lord, those who walk with Jesus Christ victorious in the world, ഈ ലോകത്തിൽ കർത്താവിനോടുകൂടെ നടക്കുന്നവൻ, കർത്താവിനോടുകൂടെ ജീവിക്കുന്നവൻ, കർത്താവിനോടുകൂടെ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം, നമ്മൾ കർത്താവിന്റെ വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അവനോടുകൂടെ നടക്കും. 2, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ, കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവൻ ഭാഗ്യവാൻ. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവൻ ഭാഗ്യവാൻ. സ്വത്രം. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ജയത്തോടുകൂടെ നടക്കണം. ജയത്തോടുകൂടെ നടക്കുന്നവനാണ്, ജയത്തോടുകൂടെ നടക്കുന്നവനാണ്. എന്നോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് അവരെന്റെ കൂടെ നടക്കും. എന്ന് ചിന്തിച്ചു നോക്കിയേ. Old Testament, in Old Testament, there was a person, his name is Enoch. He walked with Yahweh 300 years. പഴയ നിയമത്തിൽ ദൈവത്തോടുകൂടെ നടന്ന ഒരു വിശുദ്ധനെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആനോക്ക്. 300 വർഷക്കാലം ദൈവത്തോടുകൂടെ നടന്നു. 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവത്തോടുകൂടെ നടക്കാൻ ആരംഭിച്ചു. ദൈവത്തോടുകൂടെ നടന്ന് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. യഹോവ അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ ആരും കണ്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശുദ്ധന്മാർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ ഈ ഭൂമിയിൽ ജയത്തോടെ നടക്കുന്നവൻ, ഈ ഭൂമിയിൽ ജയാളിയായി സഞ്ചരിക്കുന്നവൻ, ഈ ഭൂമിയിൽ പാപത്തിന്റെ മോഹങ്ങളെ ജയിക്കുന്നവൻ, ജഡത്തിന്റെ ഇമ്പങ്ങളെ ജയിക്കുന്നവൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ ജയിക്കുന്നവൻ, പാപത്തെ ജയിക്കുന്നവൻ,
അല്പം കൂടെ പറഞ്ഞാൽ those who are conquering sin, lust of the eyes, lust of the flesh, pride of the life, they will walk with our Lord Jesus Christ by wearing a white garment. ജയിക്കുന്നവൻ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ അരുമനാഥനായ കർത്താവിനോടുകൂടെ നടക്കും. അവനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു കളയുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാത്ത സകലരും മൃഗത്തെയും മൃഗത്തിന്റെ സംഖ്യയെയും വീണ് നമസ്കരിക്കും. ലോകസ്ഥാപനം മുമ്പ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലവരും മൃഗത്തെയും മൃഗത്തിന്റെ സംഖ്യയെയും നമസ്കരിക്കും. Chapter 13 is mentioned in Revelation chapter 13. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ സകലരും. അപ്പോൾ ചിന്തിക്കണേ, before the foundation of the world, before the foundation of the world, Lord has chosen us in Christ Jesus. ക്രിസ്തു യേശുവിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ, ശ്രദ്ധിക്കുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവന്റെ പേര്, ജയിക്കുന്നവന്റെ പേര് ഒരിക്കലും പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് ജയത്തോടെ നടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. സർദീസിലെ ദൈവസഭയോട് ദൂതെഴുതി അവരുടെ പ്രതിഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഞാൻ മായ്ച്ചു കളയുകയില്ല. I will not blot out their names from the book of life. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേരുകൾ മായ്ച്ചു കളയാതെ. 3, ജയിക്കുന്നവന്റെ പേര് പിതാവായ ദൈവത്തിന്റെ മുമ്പിലും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പേര്, ജയിക്കുന്നവന്റെ പേര് പിതാവായ ദൈവത്തിന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. അതിന് കറക്റ്റായ 2 വാക്യം ഞാൻ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നും ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നിന്നും വായിച്ചു കേൾപ്പിച്ചു. ഈ ഭൂമിയിൽ യേശു കർത്താവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. ഈ ഭൂമിയിൽ കർത്താവായ യേശു മിശിഹായെ തള്ളിപ്പറയുന്നവനെ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഈ ഭൂമിയിൽ മനുഷ്യപുത്രനെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയുമെങ്കിൽ സ്വർഗത്തിലെ എന്റെ പിതാവിന്റെ മുമ്പിൽ നിങ്ങളുടെ പേര് ഞാൻ ഏറ്റുപറയും. Those who are confessing my name before men, I shall confess their name before my Father who is in heaven. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ അവരുടെ പേര് ഏറ്റുപറയും. We have to do one thing. We have to confess the name of Jesus Christ
before the people, before men. Then Jesus Christ will confess our name before Father in heaven. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പേര് ഏറ്റുപറയും. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നമ്മുടെ പേരും പിതാവായ ദൈവത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും. ഇവിടെ ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടു. സർദീസിലെ ദൈവസഭയോട് പറയുന്നു, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. There are 3 rewards giving to the people at Sardis, those who are conquering. ജയിക്കുന്നവർക്ക് 3 റിവാർഡാണ് കൊടുക്കുന്നത്. First one, those who are conquering, they will be walking with me in white garments. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. 1. 2, those who are conquering, I will not blot out their names from the book of life. രണ്ടാമത്തേത്, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. 3, ജയിക്കുന്നവന്റെ പേര് എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. Once again I am telling, those who are conquering, the rewards to the church at Sardis. First one, those who are conquering, they will walk with me in white garments. Second one, those who are conquering, I will not blot out their names from the book of life. Third one, those who are conquering, I will confess their names before my Father in heaven and before my angels. അപ്പോ സർദീസിലുള്ള ദൈവസഭയ്ക്ക് കർത്താവ് ദൂതെഴുതി അവരോട് പറയുന്നു, ജയിക്കുന്നവന് 3 പ്രതിഫലം. 1, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ നടക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയുകയില്ല. 3, ജയിക്കുന്നവന്റെ പേര് എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. എന്നുവെച്ചാൽ ലാസ്റ്റ് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഇന്ന് രാത്രിയിലെ ലൈവ് സ്ട്രീം കൺക്ലൂഡ് ചെയ്യുവാൻ പോവുക. കർത്താവ് പറയുന്നു, ടു ദ ചർച്ച് അറ്റ് സർവീസ്, ജീസസ് ക്രൈസ്റ്റ് ഡയറക്ട്ലി ഗിവിംഗ് ദ മെസ്സേജ്. Those who are conquering, they will get 3 rewards. Reward number 1, they will walk with me in white garments.
Reward number 2, I will not blot out their names from the book of life. Reward number 3, I will confess their names before my Father in heaven and my angels. 3 പ്രതിഫലങ്ങൾ സർദീസിലെ ദൈവസഭയ്ക്ക് ലഭിക്കുന്നു. 1, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവായ യേശു മിശിഹായുടെ കൂടെ നടക്കും. 2, ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ സംരക്ഷിക്കപ്പെടും. 3, ജയിക്കുന്നവന്റെ പേര് പിതാവായ ദൈവത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും കർത്താവായ യേശു മിശിഹാ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നുവെച്ച് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. Let them hear that the Spirit of God speak to the churches. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, those who are conquering, ജയിക്കുന്നവരാണ്. സർദീസിലെ ദൈവസഭയ്ക്ക് ദൂത് എഴുതി ആ ദൂത് കൺക്ലൂഡ് ചെയ്യുമ്പോ കർത്താവ് പറയുന്നു, ജയിക്കുന്നവൻ 3 പ്രതിഫലങ്ങൾ പ്രാപിക്കും. 1, അവൻ എന്നോടുകൂടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. 2, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ സംരക്ഷിക്കപ്പെടും. 3, അവന്റെ പേര് ഈ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് ഈ ഭാഗത്ത് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി, let me conclude my words. Those who are conquering, let them have 3 rewards. The first reward, those who are conquering, they will walk with me in white garments. Second one, those who are conquering, their names will not be blotted out from the book of life. Third one, those who are conquering, I shall confess their names before my Father who is in heaven and the angels of God. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ജയാളികളായി ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകാം. ജയാളിയായിരിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ ജയാളിയായവൻ ഇതാ വേഗം വരുന്നു. I will come quickly to receive you into my presence. എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ എത്രയും വേഗം വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആകയാൽ പ്രിയ സഹോദരന്മാരെ, we can walk victoriously in the presence of God. ജയത്തോടുകൂടെ നമ്മുടെ കർത്താവിന്റെ സ്ഥിതിയിൽ നമുക്ക് നിലനിൽക്കാം. ജയിക്കുന്നവന് അനവധി പ്രതിഫലങ്ങൾ ലഭിക്കും. ആ പ്രതിഫലങ്ങൾക്കായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി തിരുവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്തു. And Almighty God give them all the blessings so that let them have a victorious life in this world, so that we may have different rewards from the presence of our Lord Jesus Christ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. This is Pastor Sunny K. Thomas signing off from Changanur. We will meet on Friday with the message to the church at Philadelphia. Be blessed in the name of the Lord. Amen, amen, amen.